Dear students, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് കാൽക്കുലേഷൻ ഓഫ് അരിത്തമെറ്റിക് മീൻ ബൈ യൂസിങ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പരിചയപ്പെടുന്നത്. ഓക്കെ, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ ഡി ഡാഷ് ഡിവൈഡ് ബൈ എൻ ഇൻറ്റു സി. ഈ ഒരു ഫോർമുല അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ സീരീസ് ഓഫ് ഡാറ്റയുടെ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ ഇതിൽ ഓരോ ടേമുകളും എന്താണെന്നുള്ളത് പരിചയപ്പെടാം. എക്സ് ബാർ എന്താണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. എക്സ് ബാർ ഈസ് ദ അരിത്തമെറ്റിക് മീൻ ആൻഡ് എ ഈസ് ദ അസ്യൂംഡ് മീൻ. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് ഒരു മീൻ അസ്യൂം ചെയ്യുകയാണ്. നമ്മളെ ഡാറ്റയിലെ ഒരു മീൻ ഇതായിരിക്കാം അരിത്തമാറ്റിക് മീൻ എന്നുള്ളൊരു അസംഷൻ കൊണ്ടുവരികയാണ്. സോ എ ഇസ് ദ അസ്യൂംഡ് മീൻ ആൻഡ് ഡി ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ബൈ സി. തന്നിട്ടുള്ള ഓരോ ഒബ്സർവേഷൻസിൽ നിന്നും അസ്യൂംഡ് മീൻ കുറച്ചിട്ട് അതിൻ്റെ ഡീവിയേഷൻ എടുത്തതിന് ശേഷം അതിനെ കോമൺ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതിനെയാണ് ഡി ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, എൻ ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, ദെൻ സി ഈസ് ദ കോമൺ ഫാക്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ പരിചയപ്പെടാം. ഒരു ഇൻഡിവിജ്വൽ സീരീസ് ഓഫ് ഡാറ്റ ഇവിടെ നൽകിയിട്ടുണ്ട്. അവിടെ ഇൻഡിവിജ്വൽ സീരീസ് ഓഫ് ഡാറ്റയുടെ 40, 35, 40, 70, 30, 50, 25, 65, 75 ആൻഡ് 20. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഡിവിയേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇൻഡിവിജ്വൽ സീരീസ് ഓഫ് ഡാറ്റയുടെ അരിത്തമാറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യമായിട്ട് അസ്യൂംഡ് മീൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അസ്യൂംഡ് മീനായിട്ട് എടുക്കാം. ഓക്കെ, ഹിയർ ഐ ആം യൂസിങ് 50 ഇസ് ദ അസ്യൂംഡ് മീൻ. ഓക്കെ, 50 ഞാനിവിടെ അസ്യൂംഡ് മീനായിട്ട് എടുക്കുന്നത്. ദിസ് ഈസ് എ. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോളത്തിനകത്ത് നമ്മൾ ഡി എന്ന് പറയുന്ന ഡി വാല്യൂസ് കണ്ടുപിടിക്കുക. ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ആണെന്നുള്ളത് അറിയാം അല്ലേ, എക്സ് മൈനസ് എ. സോ ഓരോ എക്സ് വാല്യൂസിൽ നിന്നും അസ്യൂംഡ് മീന് കുറച്ചാൽ കിട്ടുന്ന വാല്യൂ ആണ് ഡി, ദാറ്റ് ഈസ് ഡീവിയേഷൻ. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് 40യിൽ നിന്ന് നേരെ അസ്യൂംഡ് മീനായിട്ടുള്ള 50 കുറയ്ക്കുക. ഓക്കെ, 40 മൈനസ് 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -10. ദെൻ 35 മൈനസ് 50. സോ വി ഗെറ്റ് -15. Then 40 minus 50 again we get -10. Then 70 minus 50 we get 20. Then 30 minus 50 we get -20. Then 50 minus 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരികയാണ്? 0. Then 25 minus 50 -25. Then 65 minus 50 that is 15. Then 75 minus 50 that is 25. Then 20 minus 50 minus 30. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ഡി വാല്യൂസ് കണ്ടുപിടിച്ച് എക്സിൽ നിന്നും അസ്യൂംഡ് മീൻ കുറച്ചാൽ കിട്ടുന്നതാണ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡി ഡാഷ് എന്ന് പറയുന്നതാണ് അടുത്തതായിട്ട് കണ്ടുപിടിക്കുന്നത്. അടുത്ത കോളത്തിൽ ഡി ഡാഷ് കണ്ടുപിടിക്കുക. ഡി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് എ ഡിവൈഡ് ബൈ സി ആണ്. സി ഈസ് ദ കോമൺ ഫാക്ടർ. നമുക്ക് നൽകിയിട്ടുള്ള ഈ ഒരു ഡാറ്റയിലെ പൊതുവായിട്ട് വരുന്ന ഒരു ഘടകം എടുക്കുക. 5 പൊതുഘടകമായതുകൊണ്ട് 5 സി ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ദെൻ ഡി ഡാഷിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. ഡി ഡാഷിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡി ഡാഷ് ഈസ് ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ 5. ഓക്കെ, സോ -10 divided by 5 is equal to -2. Then -15 divided by 5 is equal to -3. Then -10 divided by 5 is equal to -2. Then 20 divided by 5 is equal to 4. -20 divided by 5 is equal to -4. Then 0 divided by 5 is equal to 0. -25 divided by 5 is equal to -5. Then 15 by 5 is equal to 3. 25 by 5 is equal to 5. -30 divided by 5 is equal to -6. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഫോർമുലയിലേക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ലഭിച്ചു കഴിഞ്ഞു. ഫോർമുലയിലേക്ക് നോക്കുന്ന സമയത്ത് സിഗ്മ ഡി ഡാഷ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സിഗ്മ ഡി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
ഡി ഡാഷിൻ്റെ ആകെ തുകയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഈ ഒരു കോളത്തിൽ കണ്ടുപിടിച്ച എല്ലാ ഡി ഡാഷിൻ്റെ വാല്യൂസും തമ്മിലും ആഡ് ചെയ്യണം. അപ്പോൾ ഇത് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു എളുപ്പ വഴിയുണ്ട്. ആദ്യം എന്ത് ചെയ്താൽ മതി, മൈനസ് വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് അതിന് മൈനസ് സൈൻ കൊടുക്കുക. ദെൻ പ്ലസ് വാല്യൂസ് എല്ലാം ആഡ് ചെയ്തിട്ട് പ്ലസ് സൈൻ കൊടുക്കുക. എന്നിട്ട് അവ രണ്ടും തമ്മിൽ മൈനസ് ചെയ്താൽ മതി. ഓക്കെ, സോ നമ്മളിവിടെ മൈനസ് വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് -2 -3 that is -5, then -5 -2 -7, then -7 -4 that is -11, then -11 -5 that is -16, then -16 -6 -22. ഓക്കെ, മൈനസ് വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് -22 ആണ്. ദെൻ -20 പിന്നെ പ്ലസ് വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കുക. ദറ്റ് ഈസ് 4 + 3 7, ദെൻ +5 4 + 3 7, 7 + 5 = 12 എന്ന് കിട്ടും അല്ലേ. 12 ദാറ്റ് ഈസ് ദ വാല്യൂ. സോ ഇവിടെ -22 ആൻഡ് +12. ഓക്കെ, +12 ഇങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. -22 കൂടിയിട്ട് 12 കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, 22 നിന്ന് 12 കുറച്ചിട്ട് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, 22 നിന്ന് 12 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടാം? ഓക്കെ, എത്ര കിട്ടും? 10 കിട്ടും അല്ലേ. സോ നെഗറ്റീവ് -10 ഈസ് ദ ആൻസർ. -10 സിഗ്മ ഡി ഡാഷ് ഈസ് ഈക്വൽ ടു -10. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് സിഗ്മ ഡി ഡാഷിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, ഇനി അരിത്തമാറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഫോർമുലയിൽ തന്നിട്ടുള്ള ഓരോ ടേംസും ഏതൊക്കെയാണെന്നുള്ളത് എടുത്ത് എഴുതുക. ദെൻ ആ ഒരു ഫോർമുലയ്ക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, എ ഈസ് ഈക്വൽ ടു 50 ആണ്. ദെൻ സിഗ്മ ഡി ഡാഷ് നമുക്കിപ്പോൾ ലഭിച്ച വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു -10. ദെൻ എൻ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. എത്ര എണ്ണമാണ് ഇതിലുള്ളത്? 10 എണ്ണമാണ് അല്ലേ. 10 ഒബ്സർവേഷൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ 10 ഒബ്സർവേഷൻസ് ദാറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. സോ n ഈസ് ഈക്വൽ ടു 10 ആൻഡ് സി നമ്മളിവിടെ കോമൺ ഫാക്ടർ ആയിട്ട് എടുത്തിട്ടുള്ള വാല്യൂ c ഈസ് ഈക്വൽ ടു 5 ആണ്. ഓക്കെ, ഇനി ഈ ഒരു ഫോർമുലയിലേക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ബാർ ഈസ് ഈക്വൽ ടു 50 plus -10 divided by 10 into 5. Okay, that is equal to 50 plus -10 divided by 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരിക? that is -1 അല്ലേ. 50 -1 into c -1 into 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is -5. so 50 plus -5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 50 നിന്ന് 50 പ്ലസ് ഓഫ് മൈനസ് ആയിട്ട് വരും. സോ 50 - 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 45. 45 ഈസ് ദ അരിത്തമാറ്റിക് മീൻ. ഓക്കെ, അരിത്തമാറ്റിക് മീനിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 45 ആണ്. അപ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അരിത്തമാറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള രീതി. അപ്പോൾ ആദ്യം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയാം. ഫോർമുല നോക്കുക. അതിനകത്ത് ആദ്യം അസ്യൂംഡ് മീൻ, ടേക്ക് ആൻ അസ്യൂംഡ് മീൻ ദാറ്റ് ഈസ് എ എന്ന് പറയുന്ന അസ്യൂംഡ് മീൻ എടുക്കുക. ദെൻ അതിനുശേഷം ടേക്ക് ദ ഡീവിയേഷൻ ഓഫ് അസ്യൂംഡ് മീൻ ഫ്രം ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻസ് അല്ലേ. ഓരോ ഒബ്സർവേഷൻസിൽ നിന്നും അസ്യൂംഡ് മീനിൻ്റെ ഡീവിയേഷൻ എടുക്കുക, അതായത് ഡിയുടെ വാല്യൂസ് കണ്ടുപിടിക്കുക. ദെൻ മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് ഡിവൈഡ് ദ ഡീവിയേഷൻ ബൈ ദ കോമൺ ഫാക്ടർ അല്ലേ. ഡി എന്ന് പറയുന്നതിന് കോമൺ ഫാക്ടർ ഏതെങ്കിലും ഒരു കോമൺ ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ ഫൈൻഡ് സിഗ്മ ഡി ഡാഷ് അല്ലേ. സിഗ്മ ഡി ഡാഷിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ദെൻ അതിനുശേഷം നമ്മളുടെ ഫോർമുലയിലേക്ക് എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ ഡി ഡാഷ് ഡിവൈഡ് ബൈ എൻ ഇൻറ്റു സി എന്ന് പറയുന്ന ഫോർമുലയിലേക്ക് നമുക്ക് ലഭിച്ചിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ വി ഗെറ്റ് ദ arithmetic mean by using step deviation method. Okay, that is all about today's class. Thank you.